ഹലോ ഗൈസ്, വെൽക്കം ടു ഗുരുകുലം ടി വി പവർഡ് ബൈ ലൈറ്റ്സ് മോട്ടോഴ്സ്. എൻ്റെ പേര് വിനീത് എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE-കാരുടെ 10ാം ക്ലാസ് CBSE-കാരുടെ ഫിസിക്സ് സബ്ജക്റ്റിനകത്തുള്ള ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ പുതിയ ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ തുടങ്ങുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് എന്തായാലും ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്കിൾ ഫാരഡേ ആണ്. അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയലുകളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഓക്കെ, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ. ഇപ്പോൾ 10ാം ക്ലാസ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടക്ടറും ഇൻസുലേറ്ററും മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് സിൽവർ, ഗോൾഡ്, കോപ്പർ, സ്റ്റീല്, അതേമാതിരി സീ വാട്ടർ. ഓക്കെ, അതേമാതിരി ഇൻസുലേറ്ററിന് എക്സാമ്പിളാണ് നമുക്ക് റബ്ബർ, ഗ്ലാസ്, ഓയിൽ, ഡയമണ്ട്, ഡ്രൈവുഡ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് പൊതുവേ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക മെറ്റലുകളും കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സെപ്ഷൻ ഉള്ളത് നമുക്ക് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് നോൺ മെറ്റൽ ആണെന്നുണ്ടെങ്കിലും അതൊരു കണ്ടക്ടറായിട്ട് പലപ്പോഴും ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വാട്ടർ ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ഇംപ്യുവർ വാട്ടറാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ വയേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ വയേഴ്സിൻ്റെ അകത്ത് ഉള്ളിൽ എപ്പോഴും എന്താ ഉണ്ടാവും, നമുക്ക് ഒരു കണ്ടക്ടർ ഉണ്ടാകും. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ മിക്കവാറും മെറ്റൽസ് ആയിരിക്കും. അത് കോപ്പർ ആയിരിക്കാം, അലുമിനിയം ആയിരിക്കാം, അയൺ ആയിരിക്കാം. ഓക്കെ, അതേമാതിരി തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഇലക്ട്രിക് കണ്ടക്ടറായിട്ടുള്ള എന്തെങ്കിലും മെറ്റലായിരിക്കും, അതിന് പുറമെ എന്തെങ്കിലും ഇൻസുലേറ്ററായിട്ടുള്ള പ്ലാസ്റ്റിക്കോ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അടുത്ത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് നമ്മൾ +1 ഡീറ്റെയിൽഡായി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് മാത്രമേ 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ചാർജുകൾ റെസ്റ്റിലിരിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുക. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മിക്കവാറും നമ്മൾ ഇൻസുലേറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കുറിച്ച് പറയുമ്പോൾ ചാർജസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരേമാതിരിയുള്ള ചാർജുകളാണെന്നുണ്ടെങ്കിൽ അവർ റിപ്പൽ ചെയ്യും. ഡിഫറെൻറ്റ് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അവർ അട്രാക്ഷനും സംഭവിക്കുന്നതാണ്. ഓക്കെ, അതിന് ഒരുപാട് നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് പെൻ എടുത്ത് നമ്മൾ തലയിൽ നല്ലോണം റബ്ബ് ചെയ്തിട്ട് പേപ്പർ ബിഡ്സിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണ്ടർ നമ്മൾ കേൾക്കാറുണ്ട്, ഇടി മുഴക്കം നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് കേൾക്കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്മോസ്ഫിയറിലെ മേഘങ്ങളിൽ ഒരു മേഘത്തിൽ ചിലപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക, മറ്റേ മേഘത്തിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഡിസ്ചാർജ് സംഭവിക്കുന്നതാണ് നമ്മുടെ ഇടിമുഴക്കമായിട്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അടുത്തൊരു പോയിൻ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജസ് ഇൻ മോഷൻ എന്നുള്ള കണ്ടീഷനെയാണ് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം ചോദ്യമായിട്ട് ചോദിക്കാവുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മെറ്റലുകൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? അതിന് ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ മെറ്റൽ ആറ്റത്തിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മെറ്റലുകളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസിന് വെളിയിലേക്ക് ജമ്പ് ചെയ്ത് വരാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ് മെറ്റലുകൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. രണ്ട് തരത്തിൽ നമുക്ക് ഡയറക്ഷൻ ഓഫ് കറണ്ട് പറയാം. ഒന്ന് നമ്മുടെ ഇലക്ട്രോൺ ഫ്ലോനെ ബേസ് ചെയ്തിട്ട്. ഇലക്ട്രോൺ ഫ്ലോ എപ്പോഴും എവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും, നെഗറ്റീവിൽ നിന്ന് നമുക്ക് പോസിറ്റീവിലേക്കായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ശരിക്കുള്ളത്. പക്ഷെ നമ്മൾ കൺവെൻഷനലി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഒഴുകുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺവെൻഷണൽ മെത്തേഡ് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഓക്കെ, മുകളിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട്, താഴെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഈ മുകളിലത്തെ വാട്ടർ ടാങ്കിൽ നിന്ന് അല്ലേ താഴത്തെ വാട്ടർ ടാങ്കിലേക്ക് വരിക, അല്ലാണ്ട് താഴത്തെ വാട്ടർ ടാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മേലേക്ക് കയറി പോവില്ലല്ലോ. അതേമാതിരി ചൂട് കൂടുതലുള്ള സ്ഥലത്തുനിന്ന് ചൂട് കുറവുള്ള സ്ഥലത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവും അല്ലേ. ചൂട് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ചൂട് കൂടുതലുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആവില്ലല്ലോ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെയും എന്ത് ചെയ്തിരിക്കുന്നത്, ഇലക്ട്രിസിറ്റി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവും എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയത്. ഓക്കെ,
പിന്നെ നമുക്ക് ഈ ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഒന്ന് ഇലക്ട്രിക് ചാർജ്, നമ്മൾ ക്യാപിറ്റൽ Q എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അത് അടുത്ത ഇലക്ട്രിക് കറണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ I എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ ക്യാപിറ്റൽ V എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. റെസിസ്റ്റൻസിനെ ക്യാപിറ്റൽ R എന്നാണ്. റെസിസ്റ്റീവ്ക്ക് നമുക്കൊരു വാക്കുണ്ട് റോ എന്നാണ്. ഏതാണ്ട് ഇങ്ങനെയാണ് അത് നമ്മൾ എഴുതുക, റോ. പിന്നെ ഹീറ്റ് ഉണ്ട്, ഹീറ്റിന് H എന്ന് എഴുതും. ഇലക്ട്രിക് പവറിനെ നമ്മൾ P എന്ന് എഴുതും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ ചാർജിനെ കുറിച്ച് നേരത്തെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 തരം ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഒരേപോലുള്ള ചാർജ്, അതായത് ലൈക്ക് ചാർജസ് റിപ്പൽ, ഒരിക്കലും അട്രാക്ഷൻ ചെയ്യില്ല. അൺലൈക്ക് ചാർജസ് അട്രാക്ഷൻ ചെയ്യും. ഇനി ചാർജിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊളുമ്പാണ്. ഇതൊരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുക. എത്രയാണ് ചാർജ് ഉണ്ടാവുക? -1.6 × 10⁻⁻19 കുളൂമ്പ് ചാർജാണ് ആർക്ക് ഉണ്ടാവുക? നമ്മുടെ ഇലക്ട്രോൺ ഉണ്ടാവുക. പ്രോട്ടോണിന് ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജാണ്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. അത് എത്രയാണ് ചാർജ്? +1.6 × 10⁻⁻19 കുളൂമ്പാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിറ്റ് കുളൂമ്പാണ്. ഓക്കെ, ഇനി നമ്മൾ കറണ്ടിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ കറണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒറ്റ കാര്യമുള്ളൂ, സ്വിച്ച് ഇട്ടാൽ അത് കറണ്ട് ഉണ്ടാവും. ശരിക്കും അതിൻ്റെ കൺസെപ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ വാട്ടർ കറണ്ട് എന്ന് പറയും. എന്താണ് വാട്ടർ കറണ്ട്? മൂവ്മെൻറ്റ് ഓഫ് വാട്ടറാണ്, അല്ലേ? എയർ കറണ്ട് എന്ന് പറയാറുണ്ട്. എന്താണ് എയർ കറണ്ട്? മൂവ്മെൻറ്റ് ഓഫ് എയർ. അതേമാതിരി ഇവിടെ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് കറണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ കറണ്ടാണ്, ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി കറണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് ഈക്വൽ ടു ചാർജ് ബൈ ടൈം, അഥവാ I = Q/T എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആംബിയർ ആണ്. ആംബിയറിനെ വേണമെങ്കിൽ മാറ്റി എഴുതാം, കൊളുമ്പ് പെർ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് അമ്മീറ്റർ, മില്ലി അമ്മീറ്റർ അല്ലെങ്കിൽ മൈക്രോ അമ്മീറ്റർ. ആൻഡ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക. അമ്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഒരിക്കലും മറക്കരുത്. നമുക്കിനി എൻജിനീയറിങ് വരെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണത്. ഓക്കെ, അടുത്തതാണ് നമുക്കുള്ളത് നമ്മുടെ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുക. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ടാണ് നയിക്കുക, ഈ നീഡിൽ എങ്ങോട്ട് തിരിയും? ലെഫ്റ്റിലോട്ട് തിരിയും. ഇനിയിപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ റൈറ്റിലാണ് നയിക്കുക, സർക്യൂട്ടിലെ കാര്യമുണ്ടോ നമ്മൾ പറയുന്നത്. റൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ നീഡിൽ എങ്ങോട്ട് തിരിയും? റൈറ്റിലേക്ക് തിരിയും. ഓക്കെ, ഇതും നമ്മുടെ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ ക്യാപിറ്റൽ V എന്നാണ് എഴുതുക. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ മെഷർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് പേരാണ് വോൾട്ട് മീറ്റർ എന്ന്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. വർക്ക് ബൈ ചാർജാണ് എന്ത്? നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അഥവാ വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇത് മെഷർ ചെയ്യുന്നത് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ്. എപ്പോഴും ഈ സാധനം കണക്ട് ചെയ്യുന്നത് സർക്യൂട്ടിന് പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് വീഡിയോസ് വേണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നത്തെ വരുന്നതാണ് നമുക്ക് ബേസിക് സർക്യൂട്ട്. ഒരു ബേസിക് സർക്യൂട്ടിനകത്ത് ഉണ്ടാവുന്ന ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും. അതേമാതിരി തന്നെ അങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതേമാതിരി തന്നെ ഒരു റെസിസ്റ്റൻസും ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ ഒരു ബേസിക് സർക്യൂട്ടിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. ഇതില്ലാത്ത ഒരു സർക്യൂട്ടും ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഒരു സർക്യൂട്ടിൻ്റെ ബേസിക് കാര്യമാണ് വോൾട്ടേജ്, നമ്മുടെ കറണ്ട്, റെസിസ്റ്റൻസ് എന്നുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓംസ് ലോ എല്ലാം വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് സർക്യൂട്ടുകളുടെ സിമ്പിൾസ് നമുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും പലർക്കും വരുന്നൊരു ഡൗട്ടാണ് നമ്മുടെ റെസിസ്റ്റൻസും റിയോസ്റ്റാറ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, എന്താണെന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ സിമ്പിൾ ഏതാണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിൾ. ഇങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഓക്കെ, തൽക്കാലം ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, പക്ഷേ റിയോസ്റ്റാറ്റിൻ്റെ വാല്യൂ എപ്പോഴും വേരിയബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്ററിൻ്റെ എത്ര ഓം റെസിസ്റ്ററാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു എക്സാമ്പിൾ, ഇത് 5 ഓമിൻ്റെ റെസിസ്റ്ററാണെന്ന് പറയും, ഫിക്സഡ് വാല്യൂ ആണ്. അതേസമയം ഈ റിയോസ്റ്റാറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് ഇത് 0 ഓം ടു ഒരു 5 ഓം വരെയുള്ള സാധനമാണെന്ന് പറയാം. അതായത് എനിക്ക് വാല്യൂസ് മാറ്റി മാറ്റി ഇടാം ഇതിനകത്ത്. ഇതാണ് റിയോസ്റ്റാറ്റും റെസിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. പിന്നെ നമുക്ക് അടുത്ത് പഠിക്കേണ്ട ഒരു പോയിൻ്റാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ ഡിഫറൻസും. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സാധനം. നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ഓക്കെ, ഒരു ചാർജ് Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. അപ്പോൾ ഒരു ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചാർജിന് ചുറ്റും എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, ചാർജിന് ചുറ്റും എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഇനി ഈ ഫീൽഡ് ലൈൻസിന് വെളിയിൽ നിൽക്കുന്ന ഒരു ചാർജ് ഉണ്ടെന്ന് വയ്ക്കുക, ഒരു കൊളുമ്പ് ചാർജ് ഉണ്ട്, അത് വേറെ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ചാർജിനെ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനിനകത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് നമ്മൾ ചെയ്യണം. ആ വർക്ക് ഡണ്ണെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മനസ്സിലാകാത്തവർ ഒന്നും കൂടി റീവൈൻഡ് ചെയ്ത് കേൾക്കുക. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ ഫീൽഡിനകത്ത് ഈ ചാർജ് Q എന്നുള്ളത് മൂലം ഉണ്ടാവുന്ന ഫീൽഡിനകത്ത് P എന്നുള്ള പൊസിഷനിൽ എന്തുണ്ട്? വേറൊരു ചാർജ് ഉണ്ട്. ഈ ചാർജിനെ നമുക്ക് S എന്ന് പറഞ്ഞുള്ള മറ്റൊരു പൊസിഷനിലേക്ക് നീക്കി കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഒരു വർക്ക് ഡൺ ചെയ്യണം. അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി ഓംസ് ലോ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് തമ്മിൽ ഉള്ളൊരു കോമ്പിനേഷനെയാണ് നമ്മൾ ഓംസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മുടെ കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റർ തമ്മിലുള്ള ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓംസ് ലോ എന്ന് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കാണാപ്പാഠം അത് പഠിക്കുക തന്നെ വേണം, വേറെ വഴിയൊന്നും ഇല്ല അതിനകത്ത്. അപ്പോൾ ഓംസ് ലോ പ്രകാരം നമുക്ക് കിട്ടുന്ന ഒരു ഡെറിവേഷൻ എന്താണെന്ന് വെച്ചാൽ V=IR എന്നുള്ളൊരു ഡെറിവേഷനാണ്. അപ്പോൾ ഏതെങ്കിലും ഡിവൈസുകൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് ഓംസ് ലോനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ V/I ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇനി ഓംസ് ലോന് ഒബേ ചെയ്യാത്ത ഡിവൈസോ അല്ലെങ്കിൽ എലമെൻറ്റോ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. അവരുടെ V/Iയുടെ വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോൻ്റെ ഗ്രാഫ്. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്, ലൈറ്റ് കുറച്ച് കുറവായിരിക്കും, എന്നാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓംസ് ലോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് 3 ഡിഫറെൻറ്റ് ഇക്വേഷൻസ്, പല പ്രോബ്ലംസ് ചെയ്യാനും നമുക്ക് ആവശ്യം വരും. അതിലൊന്നാണ് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അത് V=IR നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് ഐനുള്ള ഇക്വേഷൻ ഉണ്ടാകും, കറണ്ടിനുള്ള ഇക്വേഷൻ ഉണ്ടാകും. കറണ്ടിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V/R, അപ്പോൾ അതിനകത്ത് ഉണ്ടാകാം. ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ V/I. അപ്പോൾ ഒരെണ്ണം പഠിച്ചു വെച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതായത് ആംബിയർ എന്ന് പറഞ്ഞാൽ വോൾട്ട് പെർ ഓമിന് ഈക്വലൻ്റ് ആണ്. വോൾട്ട് എന്ന് പറഞ്ഞാൽ ആംബിയർ ഓമിന് ഈക്വലാണ്. ഓം എന്ന് പറഞ്ഞാൽ വോൾട്ട് പെർ ആംബിയറിന് ഈക്വൽ ആണെന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ എന്തിനൊക്കെ? ഒരു കമ്പിയുടെ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനകത്ത് കൂടെയുള്ള റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് എത്ര നീളമുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടറിൻ്റെ നീളം കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടി വരും. കണ്ടക്ടറിൻ്റെ നീളം കുറയുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ത് സംഭവിക്കും? കുറയുകയും ചെയ്യും. അപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഇവിടെ ഒരു കണ്ടക്ടർ, ഇത് ഈ നീളം ഈ വണ്ണുള്ള കണ്ടക്ടറുണ്ട്, ഇപ്പുറത്ത് വേറൊരു കണ്ടക്ടറുണ്ട്, സെയിം നീളം പക്ഷേ അതിൻ്റെ വീതി വളരെ കൂടുതലാണ്. അപ്പോൾ ഈസിലി കറണ്ട് ഫ്ലോ സംഭവിക്കുന്നത് നമുക്ക് വീതി കൂടിയ കണ്ടക്ടറിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കുക? റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? കൂടും. ഇവർ തമ്മിൽ ഇൻവേഴ്സ്ലി റിലേഷൻഷിപ്പാണ്. ഇനി മെറ്റീരിയൽ ഓഫ് കണ്ടക്ടർ, എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് കണ്ടക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്?
എന്നുള്ളതാണ്. കാരണം സയൻറ്റിസ്റ്റുകൾ ഓരോ മെറ്റലിലും ഓരോ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ മെറ്റലിലും ഡിഫറെൻ്റ് ആകും. ഗോൾഡിന് ഡിഫറെൻ്റ് ആയിരിക്കും, സിൽവറിന് ഡിഫറെൻ്റ് ആയിരിക്കും, അലൂമിനിയത്തിന് എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ റെസിസ്റ്റിവിറ്റി എന്നുള്ളൊരു വാക്കും കൂടി ഇവിടെ കയറി വരുന്നുണ്ട്. ഓക്കെ, അതിനൊരു ചാർട്ടൊക്കെ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റിലുണ്ട് ആ ചാർട്ട് റെസിസ്റ്റിവിറ്റിയുടെ. അപ്പോൾ പ്രോബ്ലമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ അറിഞ്ഞാൽ ചില പ്രോബ്ലംസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത് നമുക്ക് ടെമ്പറേച്ചർ ഓഫ് കണ്ടക്ടർ. ടെമ്പറേച്ചർ ഓഫ് കണ്ടക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു കണ്ടക്ടറിന് ഹൈ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും. ടെമ്പറേച്ചർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് കൂടും. ഇതാണ് നമ്മുടെ അടുത്തൊരു മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് വരുന്നതാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ ബാധിച്ചിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയലിൻ്റെ. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഉണ്ട്, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും, ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്നായി മാറി. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ റോൻ്റെ വാല്യൂക്ക് സയൻറ്റിസ്റ്റുകൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആർ ഈക്വൽ ടു റോ എൽ ബൈ എ എന്നായി മാറും ഇക്വേഷൻ. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഇക്വേഷൻ. നമ്മുടെ റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ളതാണ് നമ്മുടെ റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് നമുക്ക് റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്നുള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റെസിസ്റ്ററുകൾ ഇല്ലെങ്കിൽ എലമെൻറ്റുകൾ ഇല്ലെങ്കിൽ ഡിവൈസുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ റെസിസ്റ്റർ നമ്മുടെ രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ ബാക്കിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ രണ്ടാമത്തെ റെസിസ്റ്റൻസ് നമ്മുടെ മൂന്നാമത്തെ റെസിസ്റ്റൻസിൻ്റെ ബാക്കിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മെത്തേഡിൽ കണക്ട് ചെയ്ത് പോകുന്നതിനാണ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ മാല ബൾബുകളൊക്കെ എന്താണ്, സീരീസായിട്ട് കണക്ട് ചെയ്യുന്ന ബൾബുകളാണ്. അവയെ നമ്മൾ സീരീസ് ബൾബുകളും എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഇൻ സീരീസിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് കറണ്ട് എല്ലാത്തിലും സെയിം ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. കറണ്ട് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് R1 കറണ്ട് I1 ഉണ്ടെങ്കിൽ സെയിം കറണ്ട് I1 തന്നെയായിരിക്കും R2 ഉണ്ടാവുക, സെയിം കറണ്ട് I1 തന്നെയായിരിക്കും ഇവിടെ R3 ഉണ്ടാവുക. പക്ഷേ റെസിസ്റ്റൻസ് R1 V1 ആയിരിക്കും വോൾട്ടേജ് ഉണ്ടാവുക, റെസിസ്റ്റൻസ് 2 V2 ഡിഫറെൻറ്റ് വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക, റെസിസ്റ്റൻസ് 3 V3 എന്നുള്ള ഡിഫറെൻറ്റ് വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കറണ്ട് സെയിമും വോൾട്ടേജ് ഡിഫറെൻ്റാണ് നമ്മുടെ റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്നുള്ള അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെയുള്ള സീരീസ് കണക്ഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണമല്ലോ. അപ്പോൾ സീരീസ് കണക്ഷൻ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എന്താ ഇതിനകത്ത് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒന്നാമത്തെ ബൾബ്, രണ്ടാമത്തെ ബൾബ്, മൂന്നാമത്തെ ബൾബ് ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് കണ്ടീഷൻ, ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. ഇത് ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്താണ് നമുക്ക് ആ സീരീസിൻ്റെ നമുക്ക് ഡെറിവേഷൻ പഠിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷേ എന്നാലും അതിൻ്റെ മെയിൻ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരാം. അത് ഇങ്ങനെ ഒരു നമ്മുടെ ഇതിനകത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ, സീരീസ് സർക്യൂട്ടിനകത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്റൻസും കൂടി അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. R1 + R2 + R3 ആണ് നമ്മുടെ ടോട്ടൽ സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ടോട്ടൽ സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 + R2 + R3 എന്നുള്ളതാണ്. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്താണ് അവിടെ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലെ സ്വിച്ചൊക്കെ യൂസ് ചെയ്യുന്നത് പാരലൽ കണക്ഷനാണ്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നുള്ളൂ. വീട്ടിലുള്ള ചെയ്യുന്ന സ്വിച്ചുകളെല്ലാം എന്താണ്, പാരലൽ കണക്ഷനാണ്. ഇവിടെ എല്ലാത്തിലും വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് 3 റെസിസ്റ്റൻസിലും ഇല്ലെങ്കിൽ എത്ര സാധനങ്ങളുണ്ടോ അതിലെല്ലാം വോൾട്ടേജ് സെയിം ആയിരിക്കും. പക്ഷേ കറണ്ടുകൾ വ്യത്യാസമുണ്ട്. ഇവിടെ I1 എന്നുള്ള കറണ്ട്, ഇവിടെ I2 എന്നുള്ള കറണ്ട്, ഇവിടെ I3 എന്നുള്ള കറണ്ട്. അപ്പോൾ കറണ്ടുകൾ ഡിഫറെൻറ്റ് കറണ്ടും സെയിം വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ പാരലൽ കണക്ഷനകത്ത് ഉണ്ടാവുക. ഓക്കെ, ഇതൊക്കെ ഈ ഒരു സംഭവം എന്തിനു കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റത്തെ സ്വിച്ച് ലൈറ്റ് കത്തണമെന്നുണ്ടെങ്കിൽ ബാക്കി 2 സ്വിച്ച് ഇടണമെന്ന്. പക്ഷേ നമ്മളെ റൂമുകളിൽ അങ്ങനെ നമ്മൾ ചെയ്യാറില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ബൾബ് കത്തും. സെയിം പ്രോസസ്സാണ് നമ്മളിവിടെ പാരലൽ കണക്ഷനിൽ പറയുന്നത്. ഇപ്പോൾ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ബൾബ് കത്തും, ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ബൾബ് കത്തും, ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ബൾബ് കത്തും. ഓക്കെ, വേറെ സ്വിച്ചുകളൊന്നും
നമ്മൾ ടേൺ ഓൺ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പാരലൽ കണക്ഷൻ്റെ ഒരു കൺസെപ്റ്റ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/റെസിസ്റ്റൻസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 അപ് ടു ഇൻഫിനിറ്റി എന്നുള്ള പോവും. ഇതാണ് നമ്മൾ പാരലൽ ആയിട്ടുള്ള സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ജൂൾസ് ഹീറ്റിംഗ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ജൂൾസ് ഹീറ്റിങ്ങിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷനാണ് മെയിൻലി പഠിക്കാനുള്ളത്. അത് H ഈക്വൽ ടു I²RT എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ടിൻ്റെ സ്ക്വയറിന് ഈക്വലൻ്റ് ആയിരിക്കും ഇൻറ്റു ആ മെറ്റീരിയൽ റെസിസ്റ്റൻസ് ഇൻറ്റു എത്ര നേരം കറണ്ട് അതിൽ കൂടെ ഒഴുകുന്നുണ്ട് എന്നുള്ളതിന് ഈക്വൽ ആയിരിക്കും. H ഈക്വൽ ടു I²R/Tക്ക് ഈക്വൽ ആയിരിക്കും ഒരു മെറ്റീരിയൽ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക, എന്നാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഈ ജൂൾസ് ലോൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അയൺ ബോക്സുകൾ, ഹീറ്റേഴ്സ്, ഓവൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പവർ ട്രയാങ്കിളിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ല നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. കറണ്ടിൻ്റെ വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ പവറാണ്. ഓക്കെ, ഇതൊരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ കറണ്ടിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം, വോൾട്ടേജിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. ഓക്കെ, ഓംസ് ലോയും ഇതും കൂടി മിക്സ് ചെയ്യരുത്, രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊരെണ്ണം പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ള ഇക്വേഷൻസ് എല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇലക്ട്രിക് പവർ. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഓക്കെ, വാട്ട്, WATT, ക്യാപിറ്റൽ W എന്നാണ് നമ്മൾ അതിനെ എഴുതുക. ഒരു വാട്ടിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 വോൾട്ട് ആംപിയർ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ വീടുകളിലും അതേമാതിരി ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കിലോ വാട്ട് അവറിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവം? 1 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 1000 വാട്ട്. കിലോ എന്ന് പറഞ്ഞാൽ 1000, അപ്പോൾ 1000 വാട്ട് ഇൻറ്റു അവറിനെ സെക്കൻഡാക്കിയാണ് കിട്ടുക. അപ്പോൾ 3600 സെക്കൻഡ് എന്നായി മാറി. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3.6 × 10⁻⁶ വാട്ട് സെക്കൻഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ 3.6 × 10⁻⁶ ജൂൾ എന്നും നമുക്ക് എഴുതാം. ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇത് 10⁻⁶ എന്നാണ് ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഇനി പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുൻപ് പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പഠിച്ചില്ലേ? ഈ പവർ ഇക്വേഷനും ഓംസ് ലോയും മിക്സ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ നോക്കിക്കോ, നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പവർ ഈക്വൽ ടു V × I എന്നാണ്. ഇതിനകത്ത് ഇപ്പോൾ വിക്ക് പകരം അല്ലെങ്കിൽ ഐക്ക് പകരം ഓംസ് ലോ പ്രകാരം I എന്താണ്? I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ എഴുതുകയാണ് പവർ ഈക്വൽ ടു VI എന്ന് നമുക്കറിയാം. I എന്ന് പറഞ്ഞാൽ V/R ആണെന്ന് അറിയാം. അപ്പോൾ നമ്മളിവിടെ എന്തെഴുതാം? പവർ ഈക്വൽ ടു V × Iക്ക് പകരം V/R എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ ഇക്വേഷൻ ഇപ്പോൾ എന്തായി മാറി? V²/R എന്നായി മാറിയില്ലേ? V²/R എന്നായി മാറി. ഇതേമാതിരി ഇപ്പോൾ നമ്മൾ ഐക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. ഇതേമാതിരി നമ്മൾ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ V ഓംസ് ലോ പ്രകാരം എന്താണ്? IR ആണല്ലോ. അപ്പോൾ നമ്മുടെ പവർ ഇക്വേഷൻ എന്തായി മാറും? P = VI ആണെന്നറിയാം. വിനെ നമുക്ക് IR എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. IR, പിന്നെ ഓൾറെഡി ഇവിടെ ഒരു I ഉണ്ട്, അപ്പോൾ എന്തായി മാറി? I²R എന്നായി മാറി. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് പുതിയ ഇക്വേഷൻസ് ഫോം ചെയ്യാം. പവറിൻ്റെ ഇക്വേഷനും ഓംസ് ലോയും വെച്ചിട്ട് പുതിയ ഇക്വേഷൻസും നമുക്ക് ഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്വിക്ക് റിവിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത്. ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.